ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലായാലാണ്. നല്ലായാൽ ഒരു കിടിലം ബിരിയാണി കട ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ബിരിയാണി കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ആദ്യം എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. പുറത്തേന്ന് നോക്കുമ്പോൾ വളരെ ചെറുതാണെന്നൊക്കെ തോന്നും, പക്ഷെ ഉള്ളിലേക്ക് കയറിയ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു റെസ്റ്റോറന്റ് നമ്മുടെ അടുത്തൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ടാണ് അവർ ഈ റെസ്റ്റോറന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് കയറിയാൽ തന്നെ വേറൊരു വൈബാണ്. അതുപോലെ തന്നെ ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എടുത്തു പറയേണ്ടതുണ്ട്. ഇനി ഇവരുടെ ബിരിയാണി ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ചിക്കൻ, മട്ടൻ, എഗ്, പനീർ, ബീഫ്, ഫിഷ്, ഇങ്ങനെ 7 ഐറ്റം കിടിലം ബിരിയാണി കേട്ടോ ഇവരെ അടുത്ത് വരുന്നത്. എന്നാൽ നമുക്കൊന്ന് കഴിച്ചു വെക്കാലോ. എന്നാ പോരെ. റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ആദ്യം തരുന്നത് നമുക്കൊരു ഫ്രീ ലെമൺ ജ്യൂസ് ആട്ടോ. ബിരിയാണി കട എന്ന് പറയുമ്പോൾ വെറും ബിരിയാണി മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിക്കൻ ചില്ലി, ബീഫ് ചില്ലി, ചെമ്മീൻ ഫ്രൈ, അതുപോലെ തന്നെ നല്ല വാഴയിലയിൽ പൊള്ളിച്ച ഫിഷും അങ്ങനെ സ്പെഷ്യൽ ഡിഷുകളും ഇവരുടെ അടുത്തുണ്ട്. എടുത്തു പറയേണ്ട ഇവരുടെ സോഫ്റ്റ് ബീഫ് ബിരിയാണി കേട്ടോ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഇവരുടെ ചിക്കൻ ചില്ലിയും ബീഫ് ചില്ലിയും ചെമ്മീൻ ഫ്രൈയും മീൻ പൊള്ളിച്ചതൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെ കേട്ടോ. സാധാരണ ബിരിയാണിക്കൊപ്പം കിട്ടാറുള്ള ഇൻഗ്രീഡിയൻസിന് പുറമെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയും ഇവരുടെ അടുത്തുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയതേ ഇവർ വെള്ളം സെർവ് ചെയ്യുന്നത് ക്ലൈമക്കിലാണ്. നല്ല ബിരിയാണി. ഞാൻ ബീഫ് ബിരിയാണി എടുത്ത് അടിപൊളി, സൂപ്പറാ, അടിപൊളി ഒന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കിട്ടുവാണ്, നല്ലതാണ്, നല്ല ബിരിയാണി, എങ്ങനെയുണ്ട്, അടിപൊളി കിട്ടുവാണ്. അപ്പൊ ചങ്ങളെ നമ്മൾ ലൊക്കേഷൻ മറക്കണ്ട, നല്ല സിറ്റിയിൽ ജനപ്രിയ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇതുവഴി വരുന്നുണ്ടെങ്കിലേ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.